കേരളത്തിലെ ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾ കടന്ന് തമിഴ്നാട്ടിലെ കമ്പം തേനിയിൽ ചെന്ന് കയറിയ കഥ. 3 പകലുകൾ നീളുന്ന ദീർഘമേറിയ ബൈക്ക് യാത്ര. തുടങ്ങാം സുഹൃത്തുക്കളെ, യാത്ര അതിവേഗം. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തമിഴ്നാട് വരെ പോയിട്ട് വരണം. 3 ദിവസം കൊണ്ട് 1 ഡസനിലധികം സ്ഥലങ്ങൾ കാണാം. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം. ആകാംക്ഷ കാരണം ഉറക്കം പോലും നഷ്ടപ്പെട്ട രാത്രി കഴിയും മുമ്പേ വെളുപ്പിന് 3-3:30 ആരംഭിച്ച യാത്രയാണ് ഇരുട്ടു നിറഞ്ഞ വഴിയിലെ വഴിവിളക്കൻ വെളിച്ചത്തിലൂടെ മുൻപോട്ട്. അരെന്താടാ ഊയി, നിന്റെ വണ്ടിയുടെ ലൈറ്റ് എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഒരോളത്തിന് പറഞ്ഞാടാ ഊയി, അങ്ങ് ക്ഷമിച്ചുകള എന്ന് പറയേണ്ടി വരും. അങ്ങനെ എന്തായാലും സൂര്യനൊക്കെ ഉദിച്ച് പ്രകാശമെങ്ങും പരന്നു. ഇടുക്കി ജില്ലയിലെ ഞങ്ങളുടെ ഈ ട്രിപ്പിന്റെ ആദ്യ സ്ഥലവും എത്തിപ്പോയി. 25 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന 210 വർഷം പഴക്കമുള്ള അമ്മച്ചി കൊട്ടാരം. 4 പുറവും നീളൻ വരാന്തയും നടുമുറ്റവും കിടപ്പുമുറിയോട് ചേർന്ന് ശുചിമുറികളും വിശാലമായ സ്വീകരണമുറിയും ഭോജനശാലയും അടുക്കളയുമെല്ലാം നിറഞ്ഞ പഴയ രാജകീയ പ്രൗഢിയുടെ ചിതലരിക്കുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്ന കാഴ്ചക്കാരിൽ കഥകളിലെവിടെയോ കേട്ടുമറന്ന പൂരത്താൻ കോട്ടയെ അനുസ്മരിപ്പിക്കും വിധമൊരു കെട്ടിടവും പരിസരവും. കുട്ടിക്കാനത്ത് നിന്നും കഷ്ടി 1.5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ സ്ഥലത്തു നിന്നും പിന്നെ പോയത് കുട്ടിക്കാനം പൈൻമരക്കാട്ടിലേക്കാണ്. കോടമഞ്ഞ് നിറഞ്ഞ രാവിലെ ഓരോ ചൂട് ചായയും ബോണ്ടയും കഴിച്ചുകൊണ്ട് കയറിയത് കോട്ടയം കുമളി റോഡിലൂടെ സഞ്ചരിക്കുന്നവരുടെ ഇടത്താവളം 100 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന കൃത്രിമ പൈൻമരക്കാട്ടിലേക്കാണ്. ഉയരം കൂടിയ പൈൻമരങ്ങൾ നിറഞ്ഞ കൊടുംകാട്. ഏകദേശം 30 ഇനം പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ്. കുന്നു കയറിയതിന്റെ ക്ഷീണം മാറ്റാൻ കുറച്ചുനേരം വിശ്രമിച്ചും ഓടിയും നടന്നുമൊക്കെ പൈൻ ഫോറസ്റ്റ് കണ്ടിറങ്ങി. പിന്നെ അവിടെ നിന്ന് 8-9 കിലോമീറ്റർ അകലെ 405 ഹെക്ടർ ഭൂമിയിൽ നിറയുന്ന പീരുമേട് തേപ്പക്കുളത്തുള്ള ലാഡ്രം എസ്റ്റേറ്റ്. അതിന് നടുക്കുള്ള അതിമനോഹരമായ ചാർലി സിനിമ ലൊക്കേഷൻ. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ നടന്നും ഇളങ്കാറ്റുകൊണ്ടും മരച്ചുവട്ടിലിരുന്നും അതിനിടയിലൂടെ മേഞ്ഞു നടക്കുന്ന കന്നുകാലികളും തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ജോലിക്കാരും തേയിലച്ചെടികൾക്കിടയിലും നിറഞ്ഞ കാറ്റാടി മരങ്ങൾക്കിടയിലും പാറ നടക്കുന്ന പക്ഷികളുടെ കാഴ്ചകൾ കണ്ടും സമയം ചെലവഴിച്ചു. മനോഹരമായ ചാർലി സിനിമയിലെ ലൊക്കേഷൻ നേരിൽ കണ്ട സന്തോഷത്തോടെ ഞങ്ങളുടെ ഈ ദിവസത്തെ അന്തി ഉറങ്ങേണ്ട സ്ഥലത്തേക്ക് എത്തുവാണ്. ഗ്രീൻ റിഡ്ജ് ഹോം സ്റ്റേ. ശാന്തമായ തിരക്കുകളൊന്നുമില്ലാത്ത ഗ്രാമാന്തരീക്ഷത്തിൽ നല്ല വൃത്തിയുള്ള ചുറ്റുപാടുള്ള ഒരു വീട്. ഇടുക്കി രാമക്കൽമേട്ടിലെ കാറ്റാടിപ്പാടത്ത് കുറെ കാറ്റാടി യന്ത്രങ്ങൾക്ക് നടുവിൽ ഒരു സ്റ്റേ. ഞങ്ങൾ അത്യാവശ്യം കൂടിയ ഒരു സെറ്റപ്പിലാണ് താമസിച്ചത്. ഫുഡും കാപ്പിയുമൊക്കെ പറയുമ്പോൾ എത്തിച്ചു തരാൻ ആളുള്ള, നല്ല പരിചരണമുള്ള, നന്നായി ഫർണിഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലൊരു ഹോംലി അന്തരീക്ഷമുള്ള ഒരു ഹോം സ്റ്റേ. അവിടെ രാത്രിയിലുള്ള ഭക്ഷണത്തിന് ശേഷം മനോഹരമായ യാത്രകളുടെ ഓർമ്മയുമായി കിടക്കയിലേക്ക്. അതിരാവിലെ സൂര്യോദയ കാഴ്ചയ്ക്ക് ശേഷം കാപ്പിയും കുടിച്ച് ആകാശക്കാഴ്ചയുടെ ജാലകം തുറന്നു കാണുന്ന കാഴ്ചകൾക്കായി ഒരു ഓഫ് റോഡ് ജീപ്പ് റൈഡ്. ഞങ്ങൾ താമസിക്കുന്ന സ്റ്റേയിൽ നിന്ന് വെറും 7 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് അല്പം സാഹസികത നിറഞ്ഞ ഓഫ് റോഡ് ജീപ്പ് യാത്ര. ജീപ്പ് സഫാരി തുടങ്ങുമ്പോഴേക്കും ചെങ്കുത്തായ കോൺക്രീറ്റ് ചെയ്ത ഇറക്കവും കയറ്റവുമാണെങ്കിൽ ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ ജീപ്പിന് മാത്രം കയറാൻ സാധിക്കുന്ന ഒരു ഗത്യന്തരവുമില്ലാത്ത വഴിയാണ്. ചെങ്കൽ വഴികളിൽ തെളിഞ്ഞിരിക്കുന്ന ചീക്കപ്പാറയിലും കുത്തനെയുള്ള മലമുകളിൽ നിന്നും കുത്തിയൊലിച്ചിറങ്ങുന്ന മഴവെള്ളപ്പാച്ചിലിൽ വീഴുന്ന കനത്ത മടകളിലും കയറിയിറങ്ങി ഒരു പോർ കുതിരയെപ്പോലെ റഷീദ് കെയുടെ ജീപ്പിൽ ഞങ്ങൾ ആ സ്ഥലത്തെത്തി. സാഹസിക സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ആമപ്പാറ. വലിയ ആമയുടെ തോടിനുള്ളിലൂടെ കടന്നുപോയാൽ എങ്ങനെയുണ്ടാവും? അതിലൂടെ കടന്ന് ഹൃദയം നിറയ്ക്കുന്ന കാഴ്ചകളിലേക്ക് ചെന്നെത്തിയാലോ? ചരിഞ്ഞു നടന്നും കുനിഞ്ഞു നടന്നും മുട്ടിലിഴഞ്ഞും അതിന്റെ വക്കോളം പോയി നിൽക്കാം. തിരികെ മറ്റൊരു വഴി അതിലും സാഹസികമായി ഇഴഞ്ഞിറങ്ങി സായുജ്യമടയുന്ന ആമപ്പാറ. ഈ വഴിയിലൂടെ തിരിച്ചിറങ്ങാൻ സാധിക്കാത്തവർക്ക് ആദ്യ വഴിയിലൂടെ തന്നെ മടങ്ങി വരാം. പാറയിടുക്കിലൂടെ സഞ്ചരിച്ച് അപ്പുറം എത്തിയാൽ മനോഹരമായ പ്രകൃതി ഭംഗി നിറഞ്ഞ കാഴ്ചകളാണ് കാത്തിരിക്കുന്നത്. പാറപ്പുറത്തെ കാഴ്ചകളും വളരെ മനോഹരമാണ്. അവിടെ നിന്നും കുറച്ചങ്ങോട്ട് വീണ്ടും ജീപ്പിൽ പോയാൽ അടുത്ത സ്ഥലമെത്തി. ഇതൊരു ക്രിട്ടിക്കൽ വ്യൂ പോയിന്റ് ആണ്. പക്ഷേ ഇത് കേരളത്തിന്റെ ഭാഗമല്ല, തമിഴ്നാടിന്റെ ഭാഗമാണ്.
കാണുന്ന കാഴ്ചയും തമിഴ്നാടൻ ഗ്രാമങ്ങളും അങ്ങ് ദൂരെയുള്ള കാറ്റാടിപ്പാടങ്ങളും കൃഷിഭൂമികളും ഒക്കെയാണ്. എന്നാൽ അതിലുപരി ഇവിടുത്തെ പ്രധാന കാഴ്ച മഞ്ഞു മേഘപാളികൾ തൊട്ടു തലോടിപ്പോകുന്ന രാമക്കല്ലിന്റെ വിദൂര കാഴ്ചയാണ്. ഇതൊക്കെ നിന്ന് കാണുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരത്തിൽ കുന്നിന്റെ മുകളിലുള്ള ഒരു ഉരുണ്ട പാറയുടെ പുറത്താണ്. എന്തായാലും തിരികെ മടങ്ങും വഴി അടുത്ത സ്ഥലത്തിറങ്ങി. അത് കുരുവിക്കാനം കാറ്റാടിപ്പാടമാണ്. ശക്തമായ കാറ്റും വിശാലമായ പുൽമേടുകളും കാറ്റാടി യന്ത്രങ്ങളും കൊണ്ട് വ്യത്യസ്തവും മനോഹരവുമായ കുരുവിക്കാനം മെട്ട്. മണിക്കൂറിൽ 35 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തെത്തിയപ്പോഴാണ് ചിത്രങ്ങളിൽ കണ്ട കാറ്റാടി യന്ത്രത്തിന്റെ വലിപ്പവും മനസ്സിലായത്. വെയിലായെങ്കിലും ശക്തിയായി അടിക്കുന്ന കാറ്റിൽ നല്ല തണുപ്പ് അനുഭവപ്പെടും. കുന്നിൻ ചരിവിലേക്ക് ഇറങ്ങിയാൽ വിശാലമായ പുൽമേടും കന്നുകാലികളും പച്ചപ്പും ഹരിതാവയും മാത്രം. തിരികെ റൂമിലെത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തട്ടിയിട്ട് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ്. എങ്ങോട്ടാണെന്നല്ലേ? ശ്രീരാമന്റെ പാദസ്പർശം പതിഞ്ഞെന്ന് പറയപ്പെടുന്ന മഞ്ഞിൽ പൊറിഞ്ഞുകണ്ട ആ ചെങ്കുത്തായ മലയുടെ മുകളിലേക്ക്, രാമക്കൽമേട് മലമുകളിലേക്ക് ഒരു നീണ്ട ട്രക്കിങ്. ആദ്യ ഭാഗം പച്ചിലക്കാട്ടിലൂടെ മുൾച്ചെടികൾക്കും കാട്ടുപള്ളികൾക്കും നടുക്കൂടെയുള്ള യാത്രയാണ്. പിന്നെയുള്ളത് ചങ്കായ കൂട് എന്ന കൂട്ടുകാരൻ പോലും കുറച്ചു നേരത്തേക്ക് പകച്ചു പിന്തിരിഞ്ഞ ഏകാന്തമായ ചെങ്കുത്തായ കരിങ്കൽ പാതകളാണ്. വളരെ പ്രയാസപ്പെട്ട് കണ്ടെത്തിയ അതിസാഹസിക വഴിയിലൂടെ അപ്പുറമെത്തിയപ്പോൾ തെളിഞ്ഞു പച്ചപിടിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളും അതിനിടയിലൂടെ പൊട്ടിപ്പുറപ്പെടുന്ന വെള്ളച്ചാട്ടവുമൊക്കെ ഞങ്ങളെ കുളിരണിയിച്ചു. തിരികെ മലയിറങ്ങുന്നത് അടുത്ത സ്പോട്ടിലേക്കാണ്. തൊട്ടു കീഴിൽ തന്നെയുള്ള കുറവൻ കുറത്തിമല. വണ്ടി മുകളിലേക്ക് ചെല്ലുമെങ്കിലും മലയിലേക്ക് ഞങ്ങൾ നടന്നു കയറി. നീണ്ടുകിടക്കുന്ന പടവുകൾ ചവിട്ടി ചവിട്ടി അടുത്ത കുന്നിൻ പുറത്തേക്ക്. 37 അടി ഉയരമുള്ള കുറവന്റെയും കുറത്തിയുടെയും ശില്പത്തിന്റെ പേരിലാണ് ഈ മല പ്രസിദ്ധമായത്. പോരുകോഴിയെ കയ്യിലേന്തിയ കുറവൻ, കൈക്കുഞ്ഞിനെ എടുത്ത കുറത്തി, ഇവർക്കൊപ്പം ഒരു ചെറുമകൻ. എന്നാൽ അതിനും പുറകിൽ വെട്ടിമാറ്റിയ മരക്കുറ്റിക്കുമേൽ പ്രതീക്ഷയുടെ ചെറു പച്ചുലയും കടിച്ചിരിക്കുന്ന കൂറ്റൻ വേഴാമ്പലിന്റെ രൂപത്തിലുള്ള വാച്ച് ടവർ കൂടെയുണ്ട്. അങ്ങനെ 2 മല കയറിയ ക്ഷീണത്തിൽ 2ാം ദിന യാത്ര ഒതുക്കി സ്റ്റേയിൽ തിരിച്ചെത്തി അത്താഴവും കഴിഞ്ഞ് ഉറക്കത്തിലേക്ക് വഴുതി വീണു. അങ്ങനെ 3ാം ദിവസം സൂര്യനൊക്കെ ഉദിച്ചു. രാവിലെ തന്നെ ഹോം സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്ന ചടങ്ങിലാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഗ്രീൻ റിഡ്ജ് എന്ന് പറഞ്ഞ ഹോം സ്റ്റേയുടെ ഓൾ ഇൻ ഓൾ ആണ് ബീച്ചേട്ടൻ. അപ്പോൾ ബീച്ചേട്ടന് ഒരു പ്രത്യേക താങ്ക്സ് പറയാണ് ഇത്രയും ദിവസം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതിന്. അതുപോലെ നമുക്ക് ഹോംലി ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് ചേച്ചി ക്യാമറ ഫ്രണ്ടിൽ വരാനൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. നമ്മുടെ യാത്ര തുടരുന്നു. അപ്പോൾ താങ്ക്സ് ചേട്ടാ. ഓക്കെ, എല്ലാവിധ മംഗളാശംസ. താങ്ക് യു വെരി മച്ച്. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി യാത്ര ഇനിയും കമ്പംമെട്ട് വഴി തമിഴ്നാട്ടിലേക്ക്. ചെക്ക് പോസ്റ്റ് കടന്നു വനമേഖലയിലൂടെ ഹെയർപിൻ വളവുകൾ നിറഞ്ഞ വഴിയിലൂടെയുള്ള യാത്ര. ശേഷം തമിഴ്നാടൻ സുന്ദരൻ കാഴ്ചകളിലേക്ക്. വിശാലമായ ദേശീയപാതയുടെ ഇരുവശവും നിറയുന്ന കൃഷിത്തോട്ടങ്ങൾ, തെങ്ങ്, വാഴ, കരിമ്പ്, ചോളം, മുന്തിരി തുടങ്ങിയ കൃഷികൾ. അടുത്ത് തന്നെ കയറാൻ പോകുന്നത് ഒരു മുന്തിരിത്തോട്ടത്തിലേക്കാണ്. ജെന്നീസ് മുന്തിരിത്തോട്ടം. അവരുടെ തന്നെ എല്ലാവിധ മുന്തിരിയുടെ ഉൽപ്പന്നങ്ങളും അതോടൊപ്പം മറ്റ് ഡ്രിങ്ക്സും പലഹാരങ്ങളും ഒക്കെ വിൽക്കുന്ന, അതൊക്കെ വാങ്ങിയിരുന്ന് കഴിക്കാവുന്ന റോഡ് സൈഡിൽ തന്നെ വലിയൊരു കടയും അവർക്കുണ്ട്. പിറകിലായി തുടങ്ങുകയാണ് വിശാലമായ 60 ഏക്കറോളം വരുന്ന മുന്തിരിത്തോട്ടം. കാലാവസ്ഥകളുടെ വ്യത്യാസമില്ലാതെ എല്ലാ സമയവും ഇവിടെ മുന്തിരി കാണും. ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളിലെത്തിയ മുന്തിരി കണ്ടുകണ്ട് പൂർണ്ണ വളർച്ചയെത്തിയ മുന്തിരികൾക്കിടയിലേക്ക് നമുക്ക് കയറാം. അവിടെ നിന്നും ഫ്രഷായി അടിച്ച് ജ്യൂസാക്കിയ ജ്യൂസ് കുടിച്ച് മുന്തിരിക്കിടയിലൂടെ കുറച്ചു നേരം ചെലവഴിച്ചിട്ട് ആ സ്ഥലത്തോടും ഗുഡ് ബൈ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കണ്ടത് വൈരവനാർ പുഴയിലെ ആർത്തിരമ്പി കുതിക്കുന്ന മഹിലേഖ്യ വെള്ളച്ചാട്ടമാണ്. അധികമാർക്കും പരിചയമില്ലാത്ത ഒരു ഗ്രാമക്കാഴ്ച. വെള്ളച്ചാട്ടമാണെങ്കിലും അവിടം ഒരു ചെക്ക് ഡാം കൂടിയാണ്. അതിന് മുകളിലൂടെ കടന്നു പോകാനുള്ള പാലം, പാലത്തിനടിയിലൂടെ കാതടപ്പിക്കുന്ന ശബ്ദത്തിലും ശക്തിയിലും അലറിയടിക്കുന്ന വെള്ളച്ചാട്ടം.
അങ്ങനെ തമിഴ്നാടൻ കാഴ്ചകൾക്ക് തൽക്കാലം വിരാമം കുറിച്ചുകൊണ്ട് കുമളി വഴി കേരളത്തിലേക്ക് കടക്കാനുള്ള പോക്കാണ്. വീണ്ടും കൊടിയ ഹെയർപിൻ വളവുകൾ താണ്ടിയുള്ള യാത്ര. പെരിയാർ പവർ സ്റ്റേഷനും വഴിത്തുണ്ണമാത കുരിശടിയും കൂറ്റൻ പെൻസ്റ്റോക്ക് പൈപ്പും അങ്ങനെ പോകുന്നു കാഴ്ചകൾ. ഈ യാത്രയിലെ ഓരോ സ്ഥലത്തിന്റെയും കാഴ്ചകളെല്ലാം വിശദീകരിച്ച വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് കയറി കാണാൻ മറക്കല്ലേ. വീണ്ടും ഇടുക്കി ജില്ലയിലെ കാഴ്ചകൾക്കായി പോകുമ്പോൾ വഴിക്ക് കണ്ട കാഴ്ചയാണ് കുരുമുളകിന്റെ കൊടി പടർത്തിയ മരത്തിൽ നിന്നും കുരുമുളക് പറിക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ ചെന്ന് കയറുന്നത് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കാൽവറി കുന്നിലേക്കാണ്. അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ട്രക്കർമാരുടെ പറദീസ. മുളം ജില്ലകൾ കൂട്ടിയിണക്കി തീർത്ത വാതിലിൽ കൂടെ ആ കുന്നിന്റെ വ്യൂ പോയിന്റിലേക്ക് പോകും വഴിക്ക് സൈഡിൽ വെട്ടി നിർത്തിയിരിക്കുന്ന ചെടികൾ, അതിനപ്പുറം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം. ശേഷം സമുദ്രനിരപ്പിൽ നിന്നും 2700 അടി മുകളിൽ ഇടുക്കി ഡാമിന്റെ ജലസമ്പത്ത് മൊത്തം ഒറ്റ കാഴ്ചയിൽ ലഭിക്കുന്ന ഇടുക്കിയുടെ മാസ്മരിക സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹീത ഭൂമിയിലേക്ക്. അവിടെ നിന്നും ഇറങ്ങി പിന്നെത്തിയത് സിനിമകളിലും സഞ്ചാരികളുടെയും മനസ്സിൽ ഒരുപോലെ പ്രിയപ്പെട്ട അഞ്ചുരുളി തുരങ്കവും വെള്ളച്ചാട്ടവും കാണാനാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2430 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ചുരുളി. കട്ടപ്പനയ്ക്കടുത്തുള്ള ഇരട്ടയാർ ഡാമിൽ നിന്നും ഇടുക്കി റിസർവോയറിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന 5.5 കിലോമീറ്റർ നീളമുള്ള വൃത്താകൃതിയിലുള്ള തുരങ്കം. തുരങ്കമുഖത്തു നിന്നും ഇരച്ചിറങ്ങുന്ന വെള്ളം ഇടുക്കി ഡാമിന്റെ റിസർവോയറിലേക്ക് പതിക്കുമ്പോൾ ഒരു കൂറ്റൻ വെള്ളച്ചാട്ടമായി മാറിക്കഴിഞ്ഞു. സമൃദ്ധമായ പച്ചപ്പ്, മനോഹരമായ പുൽമേടുകൾ, തണുത്ത കാലാവസ്ഥ, അതിനോട് ചേർന്നുള്ള വെള്ളച്ചാട്ടം എന്നിവയുടെ കാഴ്ചകളിൽ നിന്നും നമുക്ക് വിട പറയാം അടുത്ത വിസ്മയ കാഴ്ചയിലേക്ക്. നിറയെ തേക്ക് മരങ്ങളും മുളകളും മറ്റു മരങ്ങളും നിറഞ്ഞ പെരിയാറിന്റെ തീരത്തുകൂടിയുള്ള ഒരു മനോഹരമായ മൺപാത ഇടുക്കി ഡാമിന്റെ റിസർവോയറിനായി കുടിയിറക്കിയ ഒരു ഗ്രാമത്തിലേക്ക്. അവിടെയുള്ള പ്രശസ്തമായ കേരളത്തിലെ ഏറ്റവും നീളമേറിയ അയ്യപ്പൻ കോവിൽ തൂക്കുപാലം കാണാൻ. പതിറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങുന്ന നാടിന്റെ ഹൃദയഭാഗത്തുകൂടി വശ്യമനോഹാരിതയെ മറുകരയെത്തിക്കുന്ന ഒരു തൂക്കുപാലം. ഇടുക്കി ജലസംഭരണിക്ക് കുറുകെ അയ്യപ്പൻ കോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന 200 മീറ്ററിലധികം നീളമുള്ള അതിൽ കൂടി കുലുങ്ങി വിശാലമായ ഒരു നടത്തം. അവിടുത്തെ പോരായ്മകൾ ചിലത് കണ്ട് പരിഹാരമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ സ്ഥലത്തോട് മാത്രമല്ല ഇടുക്കി ജില്ലയോട് തന്നെ വിട പറഞ്ഞു തിരികെയുള്ള യാത്രയാണ്. സൂര്യാസ്തമയ സമയം വളരെ അടുത്ത സന്ധ്യാനേരത്ത് ഞങ്ങളെ കാത്തുനിന്ന പോലീസുകാർ വിഷ്ണുവിനെ നിർത്തി ഊതിക്കുന്നു. ഞങ്ങള് ഇടുക്കിയിലൊക്കെ സ്റ്റേ കഴിഞ്ഞിട്ട് വരുമോ? ഞങ്ങള് രാമക്കൽമേട് കണ്ടിട്ട് ആലപ്പുഴ മാവേലിക്കര അങ്ങോട്ട് പോവാ. ഇടുക്കിയിലൊക്കെ ഇറങ്ങിയിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം തിരിച്ച് അങ്ങ് എത്തണം. താങ്ക് യു സാറേ. ഓക്കെ. പി ഊറുന്ന ലാഘവത്തോടെ ഊറിത്തള്ളിയിട്ട് പോലീസ് സാറുമാരുടെ കുശലവും പറഞ്ഞ് ഇരുട്ട് നിറയുന്ന വഴിത്താരയിലൂടെ പോയ പോലെ തന്നെ തിരികെ മാവേലിക്കരയ്ക്കുള്ള മടക്കയാത്ര. ഇതായിരുന്നു സുഹൃത്തുക്കളെ ഞങ്ങളുടെ ഇടുക്കി ട്രിപ്പ് ചുരുക്കത്തിൽ. അങ്ങനെ ഞങ്ങളുടെ മാവേലിക്കരയ്ക്കുള്ള യാത്ര തുടരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.